നമ്മുടെ ഉപ്പാറിൻ്റെ കാഴ്ചകളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വെൽക്കം ടു കൊല്ലിടം ഉപ്പാറ്. ഇതാണ് നമ്മുടെ കൊല്ലിടം റിവർ ഒഴുകി വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് കാവേരിയുടെ അപ്പുറത്തുനിന്ന് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന സംഭവമാണ്. അപ്പോൾ ഇത് ഉപ്പാറെന്ന് ഇവിടെ ലോക്കലി ഇവിടുത്തെ ആൾക്കാർ പറയും. സോ ഇതാണ് ഉപ്പാറ്. ഞാനിവിടെ നിൽക്കുന്ന ആ സ്ഥലം. വെള്ളം അവിടെ നിന്നാണ് ഒഴുകി വരുന്നത്. അധികം സംസാരിച്ചിരിക്കുന്നില്ല, വിഷ്വൽസിലേക്ക് പോകാം. ആക്ച്വലി ഇവിടുത്തെ ഈ ഊരിൽ നിന്ന് അപ്പുറത്തെ ഊരിലോട്ട് പോകുന്ന ഒരു കണക്റ്റിംഗ് പാതയാണിത്. ഈ പാതയിൽ കൂടെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഇതാണ് ഇതാണ് ആ റോഡ്. ഇങ്ങനെയാണ് അവർ റോഡ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ റോഡ് കഴിഞ്ഞ് നേരെ ഇങ്ങനെ അടുത്ത ഊരിലോട്ടാണ്. അത് ഞാനിപ്പോൾ വണ്ടിയിലാണ് ഇതുവഴി പോകുന്നത്. വണ്ടിയിൽ ഞാൻ പോയി കാണിച്ചു തരാം. അത് പുളിയിലയുടെ സാദൃശ്യമുള്ള ഈ മരങ്ങളാണ് കൂടുതലുള്ളത് ഇവിടെ. അപ്പോൾ ഇതുവഴിയാണ് അപ്പുറത്ത് പോകുന്നത്. ഞാനിപ്പോൾ ക്രോസ് ചെയ്യും. നമ്മളൊരു സ്കൂട്ടറാണ് യൂസ് ചെയ്തത്. ഞാനിതാ ഈ വണ്ടിയിൽ കയറി നേരെ അങ്ങോട്ട് പോവാണ്. അത് ക്രോസ് ചെയ്ത് അടുത്തൊരു ഊരിലോട്ട് പോവാണ്. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ മറണ്ടി കിടക്കും. ഇതൊന്നും അല്ല വാട്ടർ ലെവല് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു പരിസരം എന്ന് പറയും ഒരു സാധനം. നമ്മുടെ ഈ കുട്ടവഞ്ചിയില്ലേ, കുട്ടവഞ്ചിയിലാണ് ഇവിടെ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ധാരാളം വെള്ളമൊന്നും അങ്ങനെ ഇല്ല. ഇതൊരു വഴിയാണ്. ഈ വഴിയിൽ കൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഊരിലോട്ട് പോകുന്നത്. കണ്ടോ, ഇത് കണ്ടോ, വെള്ളം പോകുന്ന കറക്റ്റ് വഴി ഇതാണ്. ഇതുവഴിയാണ് വെള്ളം പോകുന്നത്. കണ്ടോ ഇത്. പക്ഷേ ഇത് ഈ വെള്ളം ലെവൽ കയറുമ്പോൾ അങ്ങോട്ട് മാറി ഒഴുകുന്നതാണ് അതൊക്കെ. അപ്പോൾ അവിടെ നിന്നാണ് വെള്ളം ഒലിച്ചിങ്ങനെ വരുന്നത്, ഒഴുകി ഇങ്ങോട്ട് വരുന്നത്. കണ്ടോ, വേറൊരാൾ, ഇവിടുത്തെ ലോക്കൽ ആളാണ്, പുള്ളി വണ്ടി ഓടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വണ്ടി കയറി ഇങ്ങനെ വരികയാണ്. ഞാൻ കയറാൻ പോവാണ്. ഞങ്ങളിതാ നദിയിൽ കൂടെ വണ്ടി ഓടിച്ച് പോവാണ്. ഈ റോഡിൽ കൂടെ ഈ നദി കയറി വരും. എന്നാലും നദിയും റോഡും മനുഷ്യരെയൊക്കെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കാണിച്ചു തരികയാണ്. കണ്ടോ, ഒത്തിരി വലിയ സ്ഥലമാണ്, നിൽക്കുന്ന സ്ഥലമാണ്. സോ വെള്ളം കയറി കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ് സ്ഥലം. ഞങ്ങൾ അക്കരയ്ക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഓൾറെഡി കാവേരി വലിയൊരു നദിയായിട്ടാണ് വരുന്നത്. അപ്പോൾ കാവേരി റിവർ തന്നെ ആ മുക്കം വന്ന സ്ഥലത്ത് വെച്ചിട്ട് 2 നദികളായി സ്പ്ലിറ്റ് ആകും. അതിലൊന്ന് കൊല്ലിടം നദിയായിട്ടും മറ്റേത് നോർമലി കാവേരി ആയിട്ടാണ് പോകുന്നത്. അപ്പുറത്തുനിന്നാണ് നമ്മൾ കയറി വന്നത്. ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ കാവേരി റിവർ തന്നെ സ്പ്ലിറ്റായി ഒന്ന് കൊല്ലിടവും ഒന്ന് കാവേരിയായി മാറുന്നുണ്ട്. ഈ കൊല്ലിടം റിവർ വീണ്ടും സ്പ്ലിറ്റായി ഒരെണ്ണം ഉപ്പാറായിട്ടും ഒരെണ്ണം നോർമൽ കൊല്ലിടമായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പാറിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഭാഗം. ഓക്കെ,